ഈ ശബരിമലയുടെ വികസനത്തെ പറ്റി വാചാലരാകുമ്പോൾ കേരളത്തിലെ സർക്കാരിൻ്റെ ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും വരുമാനത്തിൻ്റെ സിംഹഭാഗം ശബരിമലയിൽ നിന്നാണെന്ന് ദയവേതും മറന്നു പോകരുത്. കേരള പോലീസ് ശബരിമലയിൽ സേവനമല്ല ബഹളം വെക്കാതെ സുഹൃത്തെ, ഉള്ളത് പറയുമ്പോ കള്ളിക്ക് തുള്ളല. വെള്ളം വെക്കാതെ ശബരിമലയില് പോലീസ് സേവനമല്ല അനുഷ്ഠിക്കുന്നത്. പോലീസിന് ദേവസ്വം ബോർഡിൽ നിന്ന് നീക്കിയിരിപ്പുണ്ട്. പോലീസ് ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം പറ്റിയിട്ടാണ് പ്രത്യേക അലവൻസ് ദേവസ്വം ബോർഡാണ് കൊടുക്കുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുക്കുന്ന കറണ്ടിന് ശബരിമലയിൽ സ്പെഷ്യൽ താരിഫാണ്, സ്പെഷ്യൽ ചാർജാണ്. അമിത സൗജന്യമായിരുന്നു. ആദ്യം പോയി തിരക്കണം. സൗജന്യമായിരുന്നു. ഇതൊന്നും അറിയാതെ പറയരുത്. സ്പെഷ്യൽ താരിഫാണ്, സ്പെഷ്യൽ ചാർജാണ്, ഇരട്ടി ചാർജാണ് മേടിക്കുന്നത്. സർക്കാരിന്റെ ഡോക്ടർമാരും ആരോഗ്യരംഗവും ഫയർഫോഴ്സും പ്രവർത്തിക്കുന്നത് ചാർജ് മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം പോയിക്കൊള്ളട്ടെ. ഇപ്പൊ ഇവർ കുംഭമേളയുടെ കാര്യമടക്കം ചോദിച്ചു. കേരളത്തിന്റെ പൊതുഖജനാവിലേക്ക് എത്ര കോടി രൂപ സംഭാവന ചെയ്യുന്ന ഒരു സംരംഭമാണ് ശബരിമല. ശബരിമലയുടെ 52 ദിവസത്തെ തീർത്ഥാടന കാലഘട്ടത്തിൽ കേരളത്തിന്റെ വരുമാനം എത്രയാണെന്ന് സർക്കാരാണ് പുറത്തുവിടേണ്ട കണക്ക്. കേൾക്കുന്നില്ല. ഇത്രയേറെ വരുമാനം തരുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ ഭക്തരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്ന ഒരു നിലപാട് മാറി മാറി ഭരിച്ച സർക്കാരുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? സെസ് കൊടുത്താണ് ഒരു അയ്യപ്പ ഭക്തൻ ശബരിമലയിലേക്ക് പോകുന്നത്. അല്ല എന്ന് ശശികുമാറിന് നിഷേധിക്കാൻ പറ്റുമോ? ആണോ? ബാക്കി എല്ലായിടത്തും മറ്റേ ഹജ്ജിന് പോകുമ്പോ പിന്നെ മണ്ണെണ്ണ അടിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. ഒന്ന് പോയേണ്ട ചേട്ടാ, ചെല്ല് കേട്ടോ. അപ്പൊ അവിടെ നിൽക്ക്. അപ്പൊ അതുകൊണ്ട് ഈ സെസ് കൊടുത്താണ് ശബരിമല. താങ്കൾ ശബരിമലയിൽ പോകാത്തതുകൊണ്ട് താങ്കൾക്ക് നോവലില്ല. പോകുന്നവരുടെ വികാരമാണ് പറഞ്ഞത് കേട്ടോ. ഔറംഗസീബിന്റെ ഭരണകാലത്ത് ഹിന്ദുക്കൾ ജസിയ കൊടുത്ത് ജീവിച്ചതുപോലെ പിണറായി വിജയന്റെ ഭരണകാലത്ത് ശബരിമലയിൽ പോകണമെങ്കിൽ അധികം സൗജന്യം വേണ്ട. ഉള്ള നിരക്ക് മേടിച്ചാൽ മതി. ഉള്ള നിരക്ക് മേടിക്കാനുള്ള തന്റെ ഇടം കാണിക്കുക. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ക്യാപ്സൂളുകൾക്കൊന്നും ഒട്ടും ആയുസില്ല. പുതിയ ക്യാപ്സൂൾ ഇറക്കുക.